അങ്ങനെ ഗൂയിസ് നമ്മൾ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. ആകാശവിതാനങ്ങളെ നോക്കി ചൂട് കൊണ്ട് പോകുന്ന വഴിക്ക് ദാഹിച്ച് നമ്മുടെ കൊച്ചേട്ടൻ്റെ കടയിൽ കയറി ഒരു നല്ല തണുത്ത നാരങ്ങ വെള്ളം എന്തൊക്കെയോ വാരി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ അടിച്ച് കയറ്റി നല്ല രീതിയിൽ അങ്ങോട്ട് ഒഴിച്ച് പാടിച്ച് പാതപ്പിച്ച് പുള്ളി ഇങ്ങോട്ട് തന്നെൻ്റെ മോനെ അതടിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. അങ്ങനെ ഞാൻ വളരെ നിർവൃതിയാണ്. പിന്നെയും ബൈക്കെടുത്ത് വിട്ടു. നമ്മുടെ അനന്ത് ഹോട്ടലിൽ ചെന്നു, റാന്നിയിലുള്ള അവിടെ ചെന്ന് നല്ല അടിപൊളി ബിരിയാണി. നല്ല തിരക്കായിരുന്നു, എന്നാലും എനിക്ക് ബിരിയാണി കിട്ടി. ഞാൻ അടിച്ച് പൊളിച്ച് ബിരിയാണി തിന്നു നേരെ ക്ലാസ്സിൽ കയറി. ക്ലാസ്സിൽ കയറിയപ്പോൾ പിള്ളേരെല്ലാം വന്നിരിപ്പുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകുമാറേട്ടൻ നേട നല്ല കപ്പയും നല്ല മീൻകറി നല്ല കൊതിയും വരുന്നു വീണ്ടും. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മാതാവിനെ ഒന്ന് കയറി കണ്ടു. അവിടെ 50 രൂപയ്ക്ക് മെഴുതിരി കത്തിക്കാമെന്ന് കണ്ടുകൊണ്ട് ഞാനൊരു 50 രൂപ ഇട്ട് ശേഷം നല്ലൊരു മെഴുതിരിയും കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പോകാൻ നേരം ഞാൻ വീണ്ടും മാതാവിനോട് ചോദിച്ചു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? മാതാവ് പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ഇത് കേട്ടുടനെ വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി.